മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഇടിച്ച് തെറിപ്പിച്ച യുവാവിന് ദാരുണാന്ത്യം. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് കിഴിശ്ശേരി മഞ്ചേരി റൂട്ടിൽ ഇസത്ത് സ്കൂളിന് സമീപം ഈ അപകടമുണ്ടായത്. എന്നാൽ ഇത് കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. റോഡിൽ വീണ അസം സ്വദേശി അഹദുൽ ഇസ്ലാമിന്റെ ശരീരത്തിലൂടെ വീണ്ടും വാഹനം കയറ്റിയിറക്കിയതായി നാട്ടുകാർ പറയുന്നു. അഷ്കർ അലി കരിമ്പ് നൽകും വിശദാംശങ്ങൾ. അഷ്കർ, എന്താണ് സംഭവിച്ചത്? ഇതിപ്പോൾ ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? റോഷ്നി, ഈ ഗുഡ്സ് ഓട്ടോ ഓടിച്ചിരുന്ന യുവാവും അതുപോലെ തന്നെ മരിച്ച യുവാവും രണ്ടുപേരും അസം സ്വദേശികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ മരിച്ച അഹദുൽ ഇസ്ലാം കീഴ്ശ്ശേരിയിൽ തന്നെ താമസിക്കുന്ന അസം സ്വദേശിയായിട്ടുള്ള യുവാവാണ്. ഇയാൾ നടന്നു പോകുമ്പോഴാണ് മറ്റൊരു അസം സ്വദേശി ഗുഡ്സ് ഓട്ടോ കൊണ്ടുവന്ന് ഇയാളെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും റോഡിൽ വീണ ഇയാളുടെ ഈ അഹദുൽ ഇസ്ലാമിന്റെ ശരീരത്തിലൂടെ വീണ്ടും ഈ ഗുഡ്സ് ഓട്ടോ കയറ്റിയിറക്കുകയും ചെയ്തു എന്ന് അവിടെ ദൃക്സാക്ഷികളായിരുന്ന നാട്ടുകാരും പറയുന്നു. രാത്രി 12 മണിക്ക് മുമ്പ് ഏകദേശം 11:30 മണിയോടെയാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന സമീപവാസികൾ എല്ലാവരും ചേർന്ന് ഈ പരിക്കേറ്റ അഹദുൽ ഇസ്ലാമിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ വാഹനം ഇടിച്ച ശൈലിയും അതുപോലെ തന്നെ അതിനുശേഷം വീണ്ടും ശരീരത്തിലേക്ക് കയറ്റി ഇറക്കിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് എത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാഹനം ഇടിച്ച് തെറിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഗുഡ്സ് ഓട്ടോയുമായി ഇയാൾ ഇവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു. ഒരു മഞ്ഞ നിറത്തിലുള്ള ഗുഡ്സ് ഓട്ടോ ആയിരുന്നു. ആ വാഹനത്തിന് വേണ്ടി ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും പ്രതിക്ക് വേണ്ടി വ്യാപകമായി തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ മരിച്ച അഹദുൽ ഇസ്ലാമും അതുപോലെ തന്നെ വാഹനം ഓടിച്ചിരുന്ന മറ്റൊരു അസം സ്വദേശിയും ഇരുവരും തമ്മിൽ സാമ്പത്തികമായ വിഷയങ്ങളിലും അതുപോലെ തന്നെ പണമിടപാട് വിഷയങ്ങളിലും ചില തർക്കങ്ങൾ നിലനിന്നിരുന്നതായിട്ടാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. കീഴ്ശ്ശേരിയിൽ തന്നെ 2 ഭാഗങ്ങളിലായി താമസിച്ച് ജോലി ചെയ്തു വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടിയാണ് രണ്ടുപേരും. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ കസ്റ്റഡി എടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഈ കീഴ്ശ്ശേരി മഞ്ചേരി റൂട്ടിൽ ഇസത്ത് സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഈ രാത്രി 11:30 മണിയോടെ ഈ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിന് ശേഷം ഇയാൾ വാഹനവുമായി കൊണ്ടോട്ടി ഭാഗത്തേക്ക് കടന്നു കളയുകയാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ പോലീസ് ഈ പ്രതിക്ക് വേണ്ടിയും വാഹനത്തിന് വേണ്ടിയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ അഹദുൽ ഇസ്ലാമിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് നാട്ടിൽ ആദ്യഘട്ടത്തിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇതൊരു കൊലപാതകമാണ്, ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിലൂടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക ഘട്ടത്തിൽ അസ്വാഭാവിക മരണം വ്യക്തമാക്കിക്കൊണ്ടൊരു FIR കൊണ്ടോട്ടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊലപാതകം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകൾ കൂടി ചേർത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. റോഷ്നി, ശരി, അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.